ടീം UDFിൽ കൂട്ടച്ചിരി. UDFിലെ മന്ത്രിമാർ മുതൽ MLAമാർ വരെ ചിരിച്ചുകൊണ്ടാണ് ക്യാമറയിൽ പ്രത്യക്ഷപ്പെടുന്നത്. ക്യാമറ കണ്ടാൽ അപ്പോൾ തുടങ്ങും ചിരി. ചിരിച്ച മുഖവുമായിട്ടാണ് മുഖ്യമന്ത്രി VD സതീശനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും മന്ത്രി കുഞ്ഞാലിക്കുട്ടിയും എങ്ങ് തുടങ്ങി ഷിബു ബേബി ജോൺ മുതൽ ചിരിക്ക് പഞ്ഞമുള്ള CP ജോൺ വരെ ക്യാമറ കണ്ടാൽ ചിരിച്ചാണ് ഇടപെടുന്നത്. മാധ്യമപ്രവർത്തകരെ കണ്ടാൽ തുടങ്ങും ചിരി. ക്യാമറയിൽ ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. MLAമാരും അതുപോലെ തന്നെയാണ്. ക്യാമറ കണ്ടാൽ ഉടൻ തന്നെ ചിരിക്കും. എന്താണ് ഈ ചിരിക്ക് കാരണമെന്നാണ് കേരള രാഷ്ട്രീയം ചോദിക്കുന്നത്. എല്ലാവരും ചിരിച്ച് നല്ല പ്രസന്നവദനായിട്ടാണ് ക്യാമറയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഇനി ആണുങ്ങൾ മാത്രമല്ല ചിരിക്കുന്നത്, തുളസി മന്ത്രിയും ബിന്ദു കൃഷ്ണ മന്ത്രിയും ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇങ്ങനെ ചിരിയോട് ചിരി. ക്യാമറയെ കണ്ടാൽ അപ്പോൾ തുടങ്ങും സ്വിച്ച് ഇട്ട പോലുള്ള ചിരി. ഈ ചിരിക്ക് പിന്നിലുള്ള കാരണം യഥാർത്ഥ കാരണഭൂതൻ തന്നെയാണ്. അതായത് സാക്ഷാൽ പിണറായി വിജയനാണ് ഇപ്പോഴത്തെ UDF മന്ത്രിമാരുടെയും MLAമാരുടെയും ചിരിക്ക് പിന്നിലുള്ള കാരണഭൂതൻ. അദ്ദേഹം ചിരിച്ചുകൊണ്ടായിരുന്നില്ല പൊതുസമൂഹത്തിൽ ഇടപെടുന്നത്. അദ്ദേഹത്തിന് പൊതുവെ കടന്നൽ കുത്തിയ ഒരു മുഖഭാവമാണ് ഉള്ളത്. അത് അദ്ദേഹത്തിന് ജന്മനാ കിട്ടിയതാണ്. ചിലരുണ്ട് ചിരിക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ, അവർ ജന്മ സ്വഭാവം അങ്ങനെയാണ്. ഉദാഹരണമായിട്ട് മുൻ സ്പീക്കർ അന്തരിച്ച G കാർത്തികേയൻ, അദ്ദേഹത്തെ അങ്ങനെ ചിരിച്ച് നമ്മൾ കണ്ടിട്ടില്ല. അതേപോലെ തന്നെ MD വാസുദേവൻ നായർ, എഴുത്തുകാരനായിട്ടുള്ള MD വാസുദേവൻ, അദ്ദേഹവും ചിരിക്ക് പഞ്ഞമുള്ള ആളാണ്. വളരെ അപൂർവമായിട്ട് ഇവരൊക്കെ ചിരിക്കുകയുള്ളൂ. അവർ ജന്മനാ തന്നെ അത്തരമൊരു പേഴ്സണാലിറ്റിയാണ്, അവരുടെ വ്യക്തിത്വം തന്നെയാണ്. അത്തരമൊരു വ്യക്തിത്വമാണ് പിണറായി വിജയനും. പിണറായി വിജയൻ ചിരിച്ചുകൊണ്ട് ഇടപെടുന്ന ഒരു നേതാവായിരുന്നില്ല. മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് ഈ ചിരിയുമായി ബന്ധപ്പെട്ട പ്രശ്നം പിണറായി വിജയനെ അലട്ടിയത്. അദ്ദേഹത്തിൻ്റെ ഉപദേശകർ പറഞ്ഞു, ഇങ്ങനെ ഈ കടന്നൽ കുത്തിയ മുഖം പോലെ വന്നിരുന്ന് ജനങ്ങളുടെ മുന്നിൽ സംസാരിച്ചാൽ അതൊരു അകൽച്ചയുണ്ടാകും, അതിന് പകരം ചിരിക്കുക. അങ്ങനെ പിണറായി വിജയൻ ചിരിച്ചു തുടങ്ങി. പത്രസമ്മേളനത്തിൽ ചിരിച്ചു തുടങ്ങി. ചിലപ്പോൾ ഉത്തരം മുട്ടുമ്പോഴൊക്കെ അദ്ദേഹം ചിരി അട്ടഹാസത്തിലേക്ക് മാറ്റിയ സന്ദർഭം വരെ നമ്മുടെ മുന്നിലുണ്ട്. കുലുങ്ങിച്ചിരിക്കുക എന്നുള്ള ഒരു രീതി പിണറായി വിജയന് വന്നു തുടങ്ങി. അങ്ങനെ സ്ഥാനത്തും അസ്ഥാനത്തുമൊക്കെ പിണറായി വിജയൻ ചിരിച്ചു. അതായത് ചിരിക്കാത്ത പിണറായി വിജയൻ ചിരിച്ചു തുടങ്ങി. അങ്ങനെ പലപ്പോഴും ചിരിച്ച് അദ്ദേഹം ചിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയായി അവസാനം വന്നെങ്കിലും പലപ്പോഴും അദ്ദേഹത്തിൻ്റെ തനി നിറം വെളിവാകുന്ന പല സന്ദർഭങ്ങളുണ്ട്. വീട്ടിൽ പോയി ചോദിക്കാൻ അദ്ദേഹം അവസാനം പറഞ്ഞ അതിൻ്റെ ഉദാഹരണമാണ്. അങ്ങനെ കടന്നൽ കുത്തിയതുപോലുള്ള മുഖഭാവമുള്ള പിണറായി വിജയനെ പാർട്ടി ഉപദേശകർ കൃത്രിമമായി ചിരിപ്പിച്ചതാണ് ഇപ്പോഴത്തെ UDF മന്ത്രിമാർക്കും MLAമാർക്കും പ്രേരണയായത്. അതായത് ചിരിച്ചുകൊണ്ട് ഇടപെട്ടാൽ മാത്രമേ ജനങ്ങളോട് ഒരു അടുപ്പമുണ്ടാവുകയുള്ളൂ എന്ന് പിണറായി വിജയൻ്റെ അനുഭവം വെച്ച് UDF മന്ത്രിമാരും MLAമാരും പാഠം പഠിച്ചിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്യാമറ കണ്ടാൽ ഉടനെ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. VD സതീശൻ മുതൽ CP ജോൺ വരെയുള്ള മുഴുവൻ മന്ത്രിമാരും ചിരിച്ചുകൊണ്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അതിന് കാരണക്കാരനായത് യഥാർത്ഥ കാരണഭൂതനായിട്ടുള്ള പിണറായി വിജയനാണെന്ന് പറഞ്ഞുവല്ലോ. ഏതായാലും ഈ ഒരു തന്ത്രം കുറച്ചൊക്കെ ഫലിക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ. കാരണം ഭരണമാറ്റം ഉണ്ടായത് ഒരു അർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ചിരിയിലൂടെയാണ് നമുക്ക് അനുഭവവേദ്യമാകുന്നത് എന്ന് പറയേണ്ടി വരും. ചിരിക്കാത്ത സഖാക്കൾ, കക്ഷത്ത് കട്ടവെച്ച സഖാക്കൾക്ക് പകരം ചിരിക്കുന്ന മന്ത്രിമാർ വന്നു തുടങ്ങി, ചിരിക്കുന്ന MLAമാർ വന്നു തുടങ്ങി. അത് ഒരു തരത്തിൽ ആശ്വാസം തന്നെയാണ്. കാരണം UDFകാർ LDFിൽ നിന്ന് എന്താണ്, പ്രത്യേകിച്ച് CPMൽ നിന്ന് എന്താണ് ഏറ്റവും കൂടുതൽ പഠിച്ച പാഠമെന്ന് ചോദിച്ചാൽ ജനങ്ങളോട് ചിരിച്ച് ഇടപെടുക എന്നുള്ളതാണ്. മാധ്യമങ്ങൾ മുന്നിൽ ചിരിക്കുക, കടക്കുപുറത്ത് പറയാതെ അവരോട് സൗഹൃദത്തോടു കൂടി ഇടപെടുക, മാധ്യമ ഫ്രണ്ട്ലി ആയിരിക്കുക, അല്ലെങ്കിൽ മീഡിയ ഫ്രണ്ട്ലി ആയിരിക്കുക എന്നുള്ളതാണ് UDF LDFിൽ നിന്ന് പഠിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. അതുകൊണ്ടാണ് ഇപ്പോൾ ടീം UDF എന്ന് പറയുന്നവർ ചിരിച്ചുകൊണ്ട് നമ്മുടെ മുന്നിൽ കാണുന്നത്. നിങ്ങൾ ടെലിവിഷൻ വെച്ച് നോക്കൂ, എല്ലാവരും ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. VD സതീശൻ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നു, കുഞ്ഞാലിക്കുട്ടി ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നു, ഗൗരവക്കാരനായ CP ജോൺ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നു. അങ്ങനെ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു മന്ത്രിസഭയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, MLAമാരെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും LDFിലെ, പ്രത്യേകിച്ച് CPMലെ MLAമാർ തങ്ങളുടെ മാരകമായ പരാജയത്തിനിടയിലും കക്ഷത്ത് കട്ട വെച്ചുകൊണ്ട് ഇപ്പോഴും ഗൗരവമുള്ള കടന്നലുകുത്തിയ മുഖവുമായി ജീവിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം.
i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.